നാളത്തെ ഫംഗ്ഷൻ ഓർത്ത് ടെൻഷനിലാണോ? എന്തിന്? കീർത്തി അവിടെ ഉണ്ടാകുമെന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ. എന്റെ സന്തോഷം പോവും. കൺട്രോൾ നഷ്ടപ്പെട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ നാളത്തെ ഫംഗ്ഷന്റെ സന്തോഷം മുഴുവൻ പോവും. ഞാൻ അഞ്ജലിക്ക് തന്ന വാക്കു മറന്നുപോയോ? കീർത്തി നാളെ ഇവിടെ ഉണ്ടാവില്ല. ഇന്നത്തെ ജോലി കഴിഞ്ഞ് അവൾ ഇവിടുന്ന് ഇറങ്ങി. അവള് വീടെത്തില്ല. അതിനു മുമ്പ് ദിലീപിന്റെ സുഹൃത്തുക്കൾ അവിടെ വരും. അവളുമായി അവർ ചെന്നൈയിലേക്ക് പോകും. വിശ്വസിക്കാവോ? വിശ്വസിക്കാം. നിന്റെയും റോഷന്റെയും ജീവിതത്തിലേക്ക് ഇനി അവള് വരില്ല. ഒന്നെങ്കിൽ അവള് ദിലീപിന്റെ പെണ്ണ്, അല്ലെങ്കിൽ അവളി മണ്ണിലെ ചാരം. ഇന്നത്തെ രാത്രി നീ സമാധാനായിട്ട് കിടന്നുറങ്ങിക്കും. ഓക്കേ? ഓക്കേ ചേച്ചി. അവനെ കാണുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ല. ആരായാള്? അറിയില്ല. അയാളെന്തിനാ നമ്മളെ വിളിക്കുന്നത്? താമ്പ രാഹുൽ സാറിനെ പോലെ ഉണ്ടല്ലോ. ഇതവൻ തന്നെ. നിനക്കെന്താ വട്ടായോ? നീ എന്താ ഇവിടെ? എന്ത് വേഷോടാ ഇത്? രാഹുൽ രവീന്ദ്രനെ ആരാധകർ തിരിച്ചറിയാതിരിക്കാൻ ഈ കൊലം കെട്ടിയതാ. നിങ്ങള് ദിലീപിനെയും കീർത്തിയുടെ അച്ഛനെയും കാണാൻ ഇറങ്ങിയതല്ലേ? കീർത്തിയുടെ അച്ഛൻ ഇവിടെ ഇല്ല, ദിലീപുണ്ട്. വാ കാണാം. ഒക്കെ എടുത്ത് ഫോളോ മീ. ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന സാധനം. കരട വെളിയിൽ വീട്ടിൽ വെച്ച് നിങ്ങളുടെ സംസാരം ഞാൻ കേട്ടിരുന്നു. വേഷം മാറി ആ സ്പോട്ടിൽ ഞാൻ ഇങ്ങോട്ട് വന്നു. ദിലീപ്? അതെ. എവിടെ കീർത്തിയുടെ അച്ഛൻ? കീർത്തിയുടെ അച്ഛനോ? അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം? തന്റെ കൂടെ ഉണ്ടെന്ന് താൻ പറഞ്ഞല്ലോ. താനാരാ? അപ്പൊ നീ കള്ളം പറഞ്ഞാണല്ലേ? ഇനി നീ കള്ളം പറയോ?
ആരാണിവൻ? ആ അറിയില്ല. ദിലീപ് കാറിൽ കയറ്, come on. വാടാ. ആ. എന്തിനാ കീർത്തി വിളിച്ച് കള്ളം പറഞ്ഞത്? അവളുടെ അച്ഛൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞോ. അവളെ വിളിച്ചു വരുത്താൻ നോക്കിയത് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് മനസ്സിലായി. എന്തിനാണ് അവളോട് വരാൻ പറഞ്ഞ? ഇടിക്കല്ലേ, കീർത്തിയെ ചെന്നൈയിലേക്ക് തട്ടിക്കൊണ്ടു പോകാനായിരുന്നു പ്ലാൻ. ഇത്രയും നടന്നുള്ളൂ. ദിലീപേ, കീർത്തി ഒറ്റയ്ക്കല്ലാന്ന് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോ നിനക്ക് ജീവനുണ്ട്. ഈ ജീവനും കൊണ്ട് ഇന്ന് തന്നെ ചെന്നൈയിലേക്ക് വിട്ടോ. ഇല്ലെങ്കിൽ നിന്നെ ഡെഡ് ബോഡി ആക്കി ചെന്നൈയിലേക്ക് കയറ്റി അയക്കും ഞാൻ. ഇനി കീർത്തിയെ വിളിക്കരുത്, കാണരുത്. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്തു മനസ്സിലായി? കീർത്തിയെ ദ്രോഹിക്കാൻ ശ്രമിച്ച ഇടിയിട്ടുന്നു. ഹാ, ഗുഡ്. ഇനി മോൻ ചെല്ല്, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ച് ചെന്നൈയിലേക്ക് വിട്ടോ. ചെല്ല്. അപ്പോ ഒക്കെ ഭംഗിയായിട്ട് അവസാനിച്ചു. സുന്ദരമായൊരു വൈകുന്നേരം സമ്മാനിച്ച ദൈവമേ നന്ദി. ഇനി ഈ ഹീറോ കീർത്തിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടും. സുരക്ഷിതമായി അവളെ വീട്ടിലെത്തിക്കും. കീർത്തിയെ ഞാൻ കൊണ്ടുവിട്ടോളാം. ഞാനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തിന്? ഏട്ടൻ വീട്ടിലേക്ക് ഇല്ല. നാളെ ഏട്ടന്റെ വിവാഹ നിശ്ചയ, അത് മറക്കണ്ട. ചെല്ലു. കീർത്തി ബൈക്കിൽ കയറൂ. രണ്ടുപേരോടും നന്ദിയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലാന്ന് മനസ്സിലായി. സത്യത്തിൽ ഞാൻ എന്തൊരു ഭാഗ്യവതിയാ. നാളെ വിവാഹ നിശ്ചയല്ലേ, ഒരുക്കങ്ങളൊക്കെ നടത്തണ്ടേ. റോഷൻ സാർ വീട്ടിലേക്ക് ചെല്ലും, എന്നെ രാഹുൽ സാർ വീട്ടിൽ കൊണ്ടുവിടും. ചുട്ടനും പോയി ഒട്ടനും പോയി ഒട്ടും കിട്ടി. ഐലസ ഐലസ ഐലസ. ഏട്ടാ ചേട്ടാ. ദുഷ്ട, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റോഷൻ സാറിനോട്. എത്ര നേരമായി എന്നെ ഇതിനകത്തിരുത്തി കറക്കുന്നു. ഒരര മണിക്കൂർ കൊണ്ട് എത്തേണ്ടതാ. 1.5 മണിക്കൂർ ചുറ്റിച്ചു. ദുഷ്ടൻ. ഏത് സമയത്താണോ എനിക്ക് ഇതിന്റെ പിന്നിൽ കയറാൻ തോന്നിയത്. റോഷൻ സാറിനോട് കൊണ്ടുവിടാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഓ, ആരത്? പാചകക്കാര്. നാളെ ഫംഗ്ഷന് ഭക്ഷണം ഉണ്ടാക്കണ്ടേ. ഒക്കെ മുന്നിൽ നിന്ന് നോക്കി നടത്തേണ്ട ഞാൻ വൈകി. സരസ്വതി എന്റെ കയ്യിൽ നിന്ന് വഴക്കുറപ്പാ. അതിന് വൈകിട്ടൊന്നുമില്ല, 7 മണി ആയിട്ടേ ഉള്ളൂ. പിന്നെ എന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് ഇത്ര നേരം കറങ്ങില്ലേ, അതൊരു ഭാഗ്യല്ലേ? ഭാഗ്യം. ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. എത്ര ചെയ്താലും നന്ദിയില്ല. നിനക്ക് വേണ്ടി ഞാൻ ആ ദിലീപിന്റെ കാറ്റഴിച്ചു വിട്ടു. എന്നിട്ടൊരു നല്ല വാക്ക് പറയാ. മറ്റേതിന് പെങ്കൊച്ചായിരുന്നെങ്കിലേ ദാ എന്റെ ഈ കവിളില് തന്നേനെ. ഞാനും തരും. നല്ല അടി. ആ, ഇനി ഇതിന്റെ ആവശ്യമില്ല. ദാ എന്റെ ഓർമ്മയ്ക്ക് താൻ തന്നെ വെച്ചോ. അത് അവിടെ തന്നെ കിടക്കട്ടെ. ഈ മുഖത്തെ വൃത്തികേടങ്ങ് മാറിക്കിട്ടും. ഓ, പരിഹാസം.